कौन भेजा तुम्हें बोल? हैरानी से क्यों देख रहे हो? आई एम प्रफुल्ल कुमार, मेयर ऑफ बॉम्बे। മേയർ സാബ് ആപ്പ് ഇധർ? ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ. ഇവിടെ വന്നൊരാൾ ഷൈൻ ചെയ്തപ്പോ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? അതും ഒരു മലയാളി. തും ബോംബെ में काई भी शाइन कर सकते हो. പക്ഷേ മഡ് ഐലൻഡിലെ ഈ കോളനി എന്റെ മാത്രം സാമ്രാജ്യ. ഇവിടെ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം ആ സൂട്ട് കേസിങ് തന്നേര്. ഈ പെട്ടിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം? എന്റെ ബ്രദറിന്റെ വീട്ടിൽ നിന്നല്ലേ നീ ഇത് എടുത്തോണ്ട് വന്നത്? ഞാൻ പ്രകാശ്, എന്റെ വീട്ടിൽ നിന്ന് നീ ഇതിൽ പെട്ടിയെടുത്തു. ഇദ്ദേഹം ഞങ്ങളുടെ നാഷണൽ പാർട്ടിയുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അറിയില്ലേ? യെസ്. അപ്പൊ ഈ ഫയൽസിലെ എം സാബ് നിങ്ങളാണല്ലേ? മേയർ സാബ്. യു സെഡ് ഇറ്റ്. ഇവൻ മിടുക്കനാ. നീ മിടുക്കനാ. നീ ഞങ്ങളുടെ മർമ്മത്ത് തന്നെ പിടിച്ചു. പക്ഷേ ഇവിടെ അന്യനാട്ടി വന്നിട്ട് ഒരു മലയാളി തന്നെ ഒരു മലയാളിയെ തകർക്കണോ? നിർത്തടാ. കുറെ നേരമായി മലയാളി മലയാളി എന്ന് പറയുന്നു. പിറന്ന നാടിനെ പെറ്റമ്മയെ പോലെ കാണുന്നവനാ മലയാളി. ആ പേര് പറഞ്ഞ് ഞെളിയാൻ നിനക്കെന്താ അവകാശം? ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ മേയർ വരെ ആയതിൽ നിന്നെ ബഹുമാനിച്ചിരുന്നവനാ ഞാൻ. ആ എന്റെ കയ്യിൽ തന്നെ വന്നിരിക്കുന്നു നിന്റെ അന്ത്യം. ബോംബെയുടെ നഗരപിതാവ് ISIയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ വർഗീയ കലാപം ആസൂത്രണം ചെയ്യുന്ന സ്വന്തം നാടിന്റെ ആരാചാരാ നീ. You are not just a criminal, bloody traitor. Yes. അതിന്റെ തെളിവാ നിനക്ക് കിട്ടിയത്. ഇത് മാത്രമല്ലടോ, ഞെട്ടിക്കുന്ന തെളിവുകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, ആ തെളിവടങ്ങുന്ന ഈ പെട്ടി തരാതെ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. പെട്ടി തന്നാൽ പോവല്ലോ അല്ലേ? ബഹുമാന്യ മേയർ, എനിക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് എം സാബ് എന്ന് പറയുന്ന താനാണ് ഇന്ത്യയെ ഞെട്ടിച്ച ബോംബെ സ്ഫോടനം പാകിസ്ഥാന് വേണ്ടി നടപ്പിലാക്കിയത്. ബാന്ദ്രയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സിരകളിൽ വർഗീയ വിഷം കുത്തിവെച്ച് നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിച്ചതിന്റെ സൂത്രധാരൻ താനാണ്. ഓ മൈ ഗോഡ്, എന്താ രമേശ് നീ പറയുന്നത്? ഞാനും നീയൊക്കെ ഹിന്ദു അല്ലേ? വി ആർ ഹിന്ദു ബ്രദേഴ്സ്. നമുക്കതിന് കഴിയൂ? നിന്നെ ഒന്നും മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല, പിന്നല്ലേ ഹിന്ദു. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികളെന്ന ഭീകരജീവികളെ പോറ്റി വളർത്തിയത് നിന്നെ പോലത്തെ പണക്കൊതിയന്മാരാ. പണം പറ്റിക്കൊണ്ട് ശത്രുരാജ്യത്തിന് വേണ്ടി മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നിന്നെ പോലത്തെ തന്തയ്ക്ക് പറക്കാത്ത ഹിന്ദുക്കളെയാണ് ആദ്യം കൊന്നൊടുക്കേണ്ടത്. Wonderful speech. Agarwal sahab, Don't waste the time, Ramesh. Give him the briefcase. Uske badle mein, what do you want? Sahab? Give it, Ramesh. Give it to me. Thank you. इसमें नहीं है डॉक्यूमेंट. What? Where are the documents? Where are the documents? എവിടെയാണ് ഡോക്യുമെന്റ്സ്? അതെത്തേണ്ടടുത്ത് എത്തും. നീ എന്നെ ചതിച്ചു.
പന്നനാറി, നിനക്കിത് എന്താണ് പറ്റിയത്? എടാ ഏരടാ, എടാ ഏരടാ, എടാ ഏക്കാൻ. ഓ, 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 എന്റെ ഈശോ. എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അതാ നിന്റെ നാക്കാൻ മൂസത് പറിച്ചെടുത്ത? അതാ നീ വല്ല മരുന്ന് കൊടുത്ത് കയറ്റിയ? അല്ല എന്നെ കടാൽ എടുത്ത് കയറ്റുമല്ല. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ, ഇതെന്ത് പറ്റി? ഇനി കാട്ടിൽ പോയപ്പോ വല്ല പ്രേതം പറ്റാ കൂടിയതാണ്. എടാ വെക്ക, നീ ആ കുരിശെടുത്തോണ്ടൊന്ന് മുത്തിച്ച് നോക്കിക്കേ. വലിയ കുരിശാണ്. ആ, ഒന്ന് വെക്കം കൊണ്ടുപോവാ. അതെടുക്കാൻ പറ്റിക്കല കേട്ടാ. അതെന്താണ്? അതിന് കർത്താവ് കിടക്കുക. ഓ എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീയല്ലാണ്ട് ഈ കുരിശനെ പറഞ്ഞു വിടുമാ? നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ആ, ഞാൻ മീനാക്ഷി കൊച്ചോട് ചോദിച്ചിട്ട് വരും, ഇവരെന്നാ പറ്റിയെന്ന് അറിയണമല്ല. ട്രീസേ വേഗം വാ. എടാ വന്നെ. എടാ മരക്കഴുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് വിശക്കുന്നില്ലേ? ദേ നോക്കി, നീ മിണ്ടാതിരുന്ന ഒരു രസമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്കേ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്കേ, അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയൂ. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവേ ചെയ്യണ്ടേ?